പലപ്പോഴും ഈ ട്രക്കുകളൊക്കെ നമ്മൾ തീവണ്ടിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പറയും, നമ്മളൊരു സ്വപ്നമായിട്ടൊക്കെ പറയും. പക്ഷെ ഇപ്പോഴും സാധ്യമാവാത്ത ഒരു കാര്യം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ പോപ്പുലേറ്റഡ് ആണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ ഉയർന്നതാണ്. ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ഒരുപക്ഷെ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഇല്ലാതെ ഇത്രയും ആളുകളെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു അടവ് വന്നതോടുകൂടി നമുക്കിങ്ങോട്ട് സാധനം കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ കപ്പലുകൾ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് രാജ്യത്തെ വിദേശ നാണ്യ ശേഖരം സംബന്ധിച്ച് പൗരന്മാർക്ക് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ആ നിർദ്ദേശങ്ങൾ ഒരുപാട് നീണ്ടു. ഒരുപക്ഷെ വളത്തിൻ്റെ ഉപഭോഗം നിയന്ത്രിക്കുന്നത് മുതൽ സ്വർണം വാങ്ങൽ കുറയ്ക്കുന്നത് വരെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ രാജ്യം കേട്ടു. എന്നാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് വലിയ രീതിയിലുള്ള വിലക്കയറ്റമുണ്ടാകും, അല്ലെങ്കിൽ അത് വലിയ ആഭ്യന്തര വിപണിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നടക്കമുള്ള അവലോകനങ്ങൾ നീണ്ടു. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധനും സെബി അംഗീകൃത പരിശീലകനുമായ സനേഷ് ചോലക്കാടാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ പുറകെ, അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾക്ക് പുറകെ വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതായത് സാധാരണക്കാരടക്കമുള്ള ആളുകൾ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഇത്തരം വിശേഷങ്ങളൊക്കെ അറിയുന്നത്. പലരും കേൾക്കുന്നത് വലിയ രീതിയിലൊരു വിലക്കയറ്റം വരാൻ പോകുന്നു, രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യമുണ്ടോ അതിലൊക്കെ? ഒരർത്ഥത്തിൽ ഒരു കുറച്ചധികം കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു വലിയൊരു ബോംബാണ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഇത് വളരെ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചൊരു സംഘർഷം ഇപ്പോൾ വീണ്ടും നീണ്ടു വരികയാണ്. കാരണം പ്രഖ്യാപനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ട് ഒരു ഫൈനലായിട്ടൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് കൊടുത്ത നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നീണ്ടു നിന്നേക്കാം എന്നുള്ളൊരു സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും കുറച്ചധികം കാലം നമ്മളുടെ റിസോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് കാലമൊക്കെ എണ്ണയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ ഇനി ഇത് കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മളെപ്പോലെ ഒരു വലിയ വിപണിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നൊരു കൃത്യമായ സൂചന പ്രധാനമന്ത്രിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രഖ്യാപനമായിട്ടല്ല, ജനങ്ങളോടൊരു നിർദ്ദേശമായിട്ടാണ് പ്രധാനമന്ത്രി സെക്കന്ദരാബാദിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല, ഒരു നിർദ്ദേശമായിട്ടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും പറയുന്നത് ഗോൾഡ് വരുന്ന ഒരു വർഷത്തേക്ക് ഒരു സത്യാഗ്രഹ മോഡലിലാണ് പറയുന്നത്. ജനങ്ങളുടെ ഒരു സത്യാഗ്രഹം എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് നമ്മളെന്ത് ചെയ്യുക, സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കുക. തീരെ വാങ്ങരുതെന്നല്ല, കുറയ്ക്കണം. പിന്നെ പൊതുഗതാഗതം ഉപയോഗിക്കുക, ക്രൂഡ് ഓയിൽ അനുബന്ധ ഉൽപ്പന്നങ്ങളായുള്ള പെട്രോള്, ഓയിൽ, ഗ്യാസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ കൃഷിക്കാരോട് പറയുന്നത് വളങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് ആ രീതിയിൽ പോകണം. പിന്നെ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം. വിദേശത്തേക്ക് യാത്ര കുറയ്ക്കണം. എങ്ങനെയൊക്കെ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റുമോ, വർക്ക് ഫ്രം ഹോം, നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ ശീലിച്ച വർക്ക് ഫ്രം ഹോം വീണ്ടും ഒരു വർഷത്തേക്ക് കഴിയുന്ന കമ്പനികളൊക്കെ ആ രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളത് വരാൻ പോകുന്ന ഒരുപക്ഷെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തെ നേരിടുന്നതിന് മുമ്പുള്ള കൃത്യമായിട്ട് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ്. ഉടനെ നാളെ തൊട്ട് നിങ്ങളങ്ങ് പെട്ടെന്നങ്ങ് എല്ലാം പ്രശ്നത്തിലാവും എന്നല്ല പറഞ്ഞത്. ഒരുപക്ഷെ മുന്നോട്ടേക്ക് പോകുന്നത് അത്ര നല്ല ഒരു സമയത്തിലേക്കല്ല എന്നുള്ളൊരു കൃത്യമായ സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ആഭ്യന്തര വിപണിയിൽ ഇപ്പം പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇന്ധനം എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മെട്രോ ഉള്ള സ്ഥലത്ത് മെട്രോ ഉപയോഗിക്കണം, പൊതുഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ഡിപ്പെൻഡബിൾ ആകണം, ഈ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം, എണ്ണ ചിലവ് കുറയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം പുറത്തേക്ക് പോകുന്നത് ഈ പെട്രോളിയത്തിലൂടെയാണോ? അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കി മുന്നോട്ട് പോവുകയാണെങ്കിലും ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സർക്കാരിനൊരു മുന്നൊരുക്കം നടത്താമായിരുന്നില്ലേ എന്ന അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഇന്ധനക്ഷാമത്തിലേക്ക് പോകുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നില്ലേ? ഇപ്പോൾ ഇറാൻ ക്രൈസിസ് തുടങ്ങിയിട്ട് മാസങ്ങളായി, ഇതിനിടയ്ക്ക് മറ്റൊരു ബദൽ മാർഗത്തെക്കുറിച്ച് ആലോചിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. എങ്ങനെയാണ് അതിനെ കാണുന്നത് നമ്മൾ?
നമ്മൾ ഇന്ധനം സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപക്ഷെ ഡോളർ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പോകുന്നത് ഈ ക്രൂഡ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ, പെട്രോൾ, ഡീസൽ, ഗ്യാസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലൈ ചെയ്തിരുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ റഷ്യയുമായി ബന്ധപ്പെട്ട്, റഷ്യയിൽ നമ്മൾ നന്നായിട്ട് ഇറക്കുന്നുണ്ട്, സൗദിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒപെക് രാജ്യങ്ങളിൽ നിന്നാണ് കാര്യമായിട്ട് നമ്മൾ എണ്ണ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ആ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ് കാര്യമായിട്ട്. എണ്ണ ഉൽപ്പാദനം നടക്കാത്തതല്ല, ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത് നിന്ന് ഉപഭോഗം നടക്കുന്ന രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന പാസേജിലാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്. ഈ ഹോർമുസ് കടലിടുക്ക് താണ്ടിയിട്ട് വേണം നമ്മുടെ രാജ്യത്തോട്ട് ഇത് വരാൻ. അപ്പോൾ അവിടെ ഒരു അടവ് വന്നതോടുകൂടി നമുക്കിങ്ങോട്ട് സാധനം കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ കപ്പലുകൾ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ കുറച്ച് കാലമായിട്ട് നമുക്കൊരു 1-2 മാസമായിട്ട് നമ്മൾ ഈ ഒരു ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈസിസ് നമ്മൾ കുറേയൊക്കെ അതിജീവിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഇനിയും അത് നീണ്ടു പോകുമ്പോൾ നമ്മുടെ റിസർവുകൾ കുറയുന്നു, നമുക്ക് കൃത്യമായിട്ട് എണ്ണയുടെ ലഭ്യത കുറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതേ രീതിയിൽ തന്നെ പോവുക. ഏതാണ്ട് ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോളോ ഡീസലോ വിൽക്കുമ്പോൾ ഏതാണ്ട് 24-30 രൂപയോളമൊക്കെ നഷ്ടമാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇനിയും വലിയ നഷ്ടത്തിലേക്ക് അത്തരം സ്ഥാപനങ്ങളെ തുടർന്നും വിടുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ നമുക്കൊരു പ്രയാസത്തിലേക്ക് പോകാം എന്നുള്ളൊരു അനുമാനം ഉണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാവുന്നൊരു പ്രശ്നം അല്ല. പക്ഷേ വരുന്നൊരു 5-10 വർഷത്തിനുള്ളിൽ ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ, കാരണം തുടർച്ചയായിട്ട് ഈ ബയോഫ്യൂവൽ ഇന്ധനങ്ങൾ, ഈ ഫ്യൂവൽ ഇന്ധനം, ഇങ്ങനെ ക്രൂഡ് ഓയിൽ അനുബന്ധ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഇപ്പോൾ നമുക്കറിയാം 20% നമ്മൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മുടെ കരിമ്പ് കർഷകർക്കൊക്കെ ഒരുപാട് ഗുണത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട്. ഹൈഡ്രജൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ആൾട്ടർനേറ്റീവ് എനർജീസിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഫോസിൽ അനുബന്ധ ഇന്ധനങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മുക്തി വരണമെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് എനർജിയിലേക്ക് നമ്മൾ മാറുക എന്നല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പരിഹാരം ഇതിനകത്ത് പോസിബിൾ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്കും ഗ്രാജ്വലി ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറുക എന്നുള്ളതാണ്. അപ്പോൾ അത് നടന്നു വരുന്നുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഇത് ഒരു എളുപ്പമുള്ള കാര്യം പറഞ്ഞതിനകത്ത് അതിനകത്ത് 2 ആസ്പെക്റ്റുകൾ നമുക്ക് വയ്ക്കാം. ഒന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, അതായത് ഇന്ധനങ്ങളടക്കമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില സമീപഭാവിയിൽ കൂടിയേക്കാം. മറ്റൊന്ന്, ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മറ്റ് പാരലൽ മെത്തേഡുകളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനുള്ളൊരു ആഹ്വാനമായി കണക്കാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യത്തിൽ, അതായത് വളരെ അടുത്ത് സമീപഭാവിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ പറയുകയുണ്ടായി, പൊതുമേഖലാ കമ്പനികളാണ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങുന്നത്. വില വർധനവിൻ്റെ, ഈ വില ചാഞ്ചാട്ടത്തിൻ്റെ ആഘാതം പൊതുമേഖലാ കമ്പനികളാണ് ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ഈ കമ്പനികൾക്ക് എത്ര നാൾ ഈ നഷ്ടം ബെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു ബ്രിങ്കിൽ, ആ ഒരു ബ്രിമിൽ വന്നിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ആഹ്വാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഒരു പ്രൊഫസി എന്ന പോലെ, അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഈ വില സമീപഭാവിയിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ വലിയ രീതിയിൽ ഈ വില മാറ്റം വന്നേക്കാം. അപ്പോൾ അതിന് മുൻപായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം അവതരിപ്പിക്കുന്നു. ഇത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ, പാലിച്ചാലും ഇല്ലെങ്കിലും വില കൂടുമായിരിക്കാം, എങ്കിലും ഞാനത് മുന്നോട്ട് വെച്ചതുകൊണ്ട് നിങ്ങളിത് പാലിച്ചാൽ എന്നുള്ള രീതിയിൽ ഒരു തടിയൂരൽ ശ്രമമായിട്ടൊക്കെ ആയിട്ട് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടാവാം. എങ്കിലും ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഒരു വിലക്കയറ്റം വളരെ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം പൊതുമേഖലാ കമ്പനികൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് താങ്ങാനാവാത്തതിലധികം ബേർഡനാണ് ഇതിലൂടെ വരുന്നതെന്നുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അങ്ങനെ വിലക്കയറ്റം? നമ്മൾ കണക്കുകളേക്കാൾ നമ്മൾ വിപണിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണല്ലോ, നമുക്ക് അറിയാം പല സാധനങ്ങളുടെയും വില ഓൾറെഡി കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ വില കയറിയതുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. പച്ചക്കറി ആണെങ്കിലും പലചരക്ക് സാധനങ്ങളിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രൈസിസിൻ്റെ പേര് പറഞ്ഞ് പല സാധനങ്ങളുടെയും വില കയറിയത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കണക്കുകളെക്കാട്ടും കൂടുതൽ നമ്മൾ ഒരു റിയലി ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കണക്കുകൾ കൂടെ അത് വരേണ്ട സാവകാശമേ ഉള്ളൂ. വരുന്ന കുറച്ചധികം നമ്മൾ പ്രതീക്ഷിച്ചത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഒരു വില വർധനമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടുകൾ വന്നു, ഗവൺമെൻറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വളരെ പെട്ടെന്ന് വലിയ ഇലക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു വില വർധനവിന് അനുയോജ്യമായൊരു സമയമാണ് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ വില വർധനവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം
ഒരു നല്ല ഉപദേശം ആളുകൾക്ക് കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എനിക്ക് തോന്നുന്നില്ല അടുത്ത ആഴ്ചയോ മറ്റോ വില കയറാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിന് ഓൾറെഡി നമ്മൾ നോൺ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ LPG വെല കയറിക്കഴിഞ്ഞു. അപ്പോൾ ഈ 3 നമുക്ക് പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും LPG ആണെങ്കിലും അടുത്ത് തന്നെ നമുക്കൊരു വില കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പെട്രോളിൻ്റെ വിലക്കയറ്റം, ഇന്ധന വിലക്കയറ്റം പൊതുവേ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ രാജ്യത്ത് ഈ ചരക്ക് ഗതാഗതത്തിന് വളരെയധികം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോഴും നമ്മൾ റോഡ് മാർഗ്ഗമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ധന വില വലിയ രീതിയിൽ വളരെ സാധാരണക്കാരെ ആളുകളുടെ ലേമാൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. ഒരുപക്ഷെ ഇതിന് മറ്റൊരു മാർഗ്ഗങ്ങളിൽ സർക്കാരിന് ഇതിനൊരു പ്രതിരോധ മാർഗ്ഗം അവശേഷിക്കുന്നുണ്ടോ ഒരുപക്ഷെ തടയാൻ? പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഉപഭോഗം നടക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പം നമുക്കറിയാം, നമുക്ക് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇൻലാൻഡും അതേപോലെ കടൽ വഴിയുള്ള ഷിപ്പ് വഴിയുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ വ്യോമ ഗതാഗതം നമുക്ക് വലിയ തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇൻലാൻഡ് പർപ്പസിന് വലിയ തോതിൽ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പല മാർഗങ്ങളുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇനിയും ആ രംഗത്ത് കുറേ അധികം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ട്രക്കുകളൊക്കെ നമ്മൾ തീവണ്ടിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പറയും, നമ്മളൊരു സ്വപ്നമായിട്ടൊക്കെ പറയും, പക്ഷെ ഇപ്പോഴും സാധ്യമാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ വലിയ തോതിൽ ഇന്ധന ലാഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ആ ഒരു മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇന്ധനത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാവുന്ന ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ മാക്സിമം ഉപയോഗിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഈ ഒരു ശൈലിയിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു രംഗത്ത് ലോജിസ്റ്റിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് ചിലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ജലഗതാഗത മാർഗ്ഗത്തെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഉപയോഗിക്കണം. ഇപ്പോഴും നമുക്ക് വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു മാർഗം നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഈ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി വെച്ച് നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോട്ടിലേക്കൊരു സാധനം കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തീവണ്ടി മാർഗ്ഗത്തിലോ അല്ലെങ്കിൽ റോഡ് മാർഗ്ഗത്തിലോ നോക്കുന്നുള്ളൂ, വേറൊരു ആൾട്ടർനേറ്റീവ് നമുക്കില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്, എന്നാലൊക്കെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ വരുള്ളൂ. ശരിക്കും ഒരുപക്ഷെ വലിയ രീതിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു ഇന്ധനവില വർധനവുണ്ടാവുക. അതുപോലെ തന്നെയാണ് മറ്റൊരു നിർദ്ദേശം വന്നിരുന്നത് സ്വർണ്ണവിലയെക്കുറിച്ച്. സ്വർണ്ണത്തിൻ്റെ ഉപഭോഗം രാജ്യത്ത് മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണല്ലോ ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ആണെങ്കിൽ അടുത്ത കാലത്തായി വലിയ രീതിയിൽ സ്വർണ്ണത്തിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സംഭരണം കൂട്ടിയിട്ടുമുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് രാജ്യത്ത് സ്വർണം സംഭരിക്കപ്പെടുന്നതായിരിക്കുന്നു. ഒന്ന് റീറ്റെയിൽ പർപ്പസിനുള്ള സ്വർണവും ഒന്ന് റിസർവ് ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള സ്വർണവും. ഈ 2 തരത്തിലുള്ള ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നത്? നമ്മൾ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പണം പുറത്തേക്ക് ചിലവഴിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ പർച്ചേസാണ്. ഇത് 2 രീതിയിലുള്ളതാണ് ഈ പർച്ചേസ് നടക്കുന്നത്. ഒന്ന്, നമ്മുടെ ഖജനാവിലേക്ക് റിസർവ് ബാങ്ക് വാങ്ങുന്ന സ്വർണം. രണ്ടാമത്, നമ്മുടെ സ്വർണ്ണ കടകളും മറ്റും ജ്വല്ലേഴ്സ് വാങ്ങിക്കുന്ന സ്വർണം. ഇതിൽ റിസർവ് ബാങ്ക് വാങ്ങുന്ന സ്വർണം നമുക്ക് ഖജനാവിലേക്ക് റിസർവ് സെറ്റായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ, സ്വർണ്ണക്കടകളിലേക്ക് വാങ്ങുന്ന സ്വർണം ഉപയോഗിച്ച് ആഭരണങ്ങളും മറ്റും ഉണ്ടാക്കി ജനങ്ങൾ ഉപഭോഗത്തിന് വേണ്ടി, കാരണം അവർ ആഭരണ താല്പര്യമുള്ള ആൾക്കാർ ഇത് വാങ്ങുന്നു, ഉപഭോഗത്തിന് ഉപയോഗിക്കുന്നു. ഇതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതിൻ്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ജ്വല്ലറി പോയിട്ടൊരു സ്വർണ്ണം നമ്മൾ ഫിസിക്കലി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ജ്വല്ലറി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുക്ക് എൻട്രി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഒരു വിദേശ രാജ്യത്ത് നിന്ന് ബുള്ളിയൻ മാർക്കറ്റിൽ നിന്ന് ഈ സാധനം വാങ്ങുന്നു, അത് റിസർവ് ബാങ്കിൻ്റെ പേരിലേക്ക് മാറ്റുന്നു. ഒരു ബുക്ക് എൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് അതിനകത്ത് കാര്യം. ഫിസിക്കലി അത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമുക്കിത് കണ്ടു ബോധ്യപ്പെട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സല്ല. പക്ഷേ നമ്മൾ ഒരു ജ്വല്ലറിയിൽ പോയിട്ട് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമുക്ക് ആ സ്വർണം കാണണം, നമ്മൾ ദേഹത്തൊക്കെ ഒന്ന് വെച്ച് നോക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് വാങ്ങിക്കൊണ്ടിരുന്ന് ഫിസിക്കലി നമുക്കത് വേണം. അപ്പോൾ ഒരു ഫിസിക്കലി ഒരു സാധനം ഇവിടെ കൊണ്ടുവരുന്നതും അത് ഉപയോഗിക്കുന്നതും മറിച്ചൊരു ബുക്ക് എൻട്രി അഡ്ജസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ പർച്ചേസ് കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. നമുക്കിപ്പോൾ ഇലക്ട്രോണിക് വേയിലൊക്കെ നമ്മളിപ്പോഴും സ്വർണ്ണത്തിൽ ഒരു നിക്ഷേപമായിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആംഗിളിൽ പറയുമ്പോഴും സ്വർണ്ണം ഒരു നല്ല നിക്ഷേപ മാർഗം അല്ലാതായിട്ടൊന്നുമില്ല. സ്വർണ്ണത്തിൽ ഇനിയും നല്ല സാധ്യതകൾ നിലനിൽക്കുമ്പോൾ
നമ്മളത് എല്ലാം പ്രധാനമന്ത്രി പറയുന്നത് അതുപോലെ നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇതൊരു നിക്ഷേപ മാർഗമായിട്ട് നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട്. ഇലക്ട്രോണിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ ETF മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇപ്പോഴും നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഒരു റിസർവ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ നമ്മൾ കുടുംബങ്ങളിലേക്ക് ഒരു റിസർവ് അസറ്റായിട്ട് സ്വർണ്ണത്തിൽ പ്രതീക്ഷയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് ഫിസിക്കലി ഇത് കണ്ട് എനിക്ക് വാങ്ങാവൂ എന്നുള്ളത് അതിൽ നിന്ന് മാറ്റി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു. ശരിക്കും രാജ്യത്ത് നിന്ന് വലിയ ഒരു ഫോറക്സ് ഫണ്ട് നമുക്ക് ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടല്ലേ, ഈ സ്വർണം പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി മാത്രം? തീർച്ചയായിട്ടും ഒരുപാട് കാശ് പോകും. പൂർണ്ണമായും സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയ്ക്ക് കുറച്ചുകൂടെ വലിയൊരു സാമ്പത്തിക ഭാരമായിരിക്കും നമ്മൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പം പ്രധാനമന്ത്രി പറയുന്ന ഈ ഒരു കാര്യത്തിന് പിന്നാലെ ഇപ്പോൾ നമുക്ക് അങ്ങ് ഈ അഡ്വൈസർ ഈ പരിശീലനം കൂടി ആയതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ചോദിച്ചു പോകുന്ന കരുതുന്നത്, ഓഹരി വിപണിയിൽ പ്രധാനപ്പെട്ട സ്വർണ്ണ വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട ദിവസമാണെന്ന്. ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ പല ഇത്തരത്തിലുള്ള ഓഹരികളിലും വലിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തി. പല ആളുകളും അതിൽ ട്രാപ്ഡായിട്ടുണ്ട്. ഇനിയൊരു സ്വർണ്ണത്തിനൊരു തിരിച്ചുവരവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി നേരിട്ട പല ആളുകളുടെയും കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ എത്രത്തോളമാണ് ഈ ഒരു തീരുമാനം, രാജ്യത്തിൻ്റെ ഈ ഒരു നീക്കം സ്വർണ്ണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നുണ്ടാവുക? സ്വർണം ഈ ജ്വല്ലേഴ്സിൻ്റെ ഓഹരികൾക്കാണ് ഈ വിലയിടിവ് എന്ന കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കാര്യം നമ്മൾ പ്രതീക്ഷ തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്വർണ്ണത്തിൻ്റെ കൺസംഷൻ കുറയും എന്നുള്ള ഒരാശങ്ക. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. മാർക്കറ്റ് ഒരു സംഭവം നടക്കുമെന്നൊരു സൂചന കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഓൾറെഡി ആ ഒരു റിയാക്ഷൻ ഒരു 10% ഒക്കെയാണ് പല സ്റ്റോക്കുകൾ ഇടിവ്. 6% മറ്റേ ടൈറ്റാനിൽ വന്നിട്ടുണ്ട്, കല്യാണിൽ 9% ഇടിവ് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഓഹരികളിലൊക്കെ തന്നെ ഇന്ന് സ്വർണ്ണ ജ്വല്ലേഴ്സിൻ്റെ ഓഹരികളിലൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയും അത് തുറന്നേക്കാം. അത്ര ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ആ ഒരു വാർത്ത ഫാക്ടർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു തുടർചലനങ്ങൾ കുറച്ച് ദിവസം കൂടെ കാണുമായിരിക്കാം. എന്തായാലും അതിനർത്ഥം ഈ ജ്വല്ലറികളും എല്ലാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പൂട്ടിപ്പോവും അർത്ഥമൊന്നുമില്ല. ഇവരുടെ കയ്യിൽ ഗോൾഡ് ഇരിക്കുന്നുണ്ട്, സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, അവർക്കത് വിറ്റഴിക്കുന്നതിനും പ്രയാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ എത്ര ദിവസം ജനം മനസ്സിൽ വെക്കുമെന്നൊരിതുണ്ട്. ഇവർ ക്വാർട്ടർലി റിസൾട്ട്സിലൊന്നും തന്നെ കാര്യമായിട്ട് വലിയ ഇടിവൊന്നും വന്നിട്ടില്ല. അപ്പോൾ കമ്പനികളുടെ ഫണ്ടമെൻ്റൽസിനൊന്നും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊരു ന്യൂസ് റിയാക്ഷനാണ്. കാരണം ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് റിയാക്ട് ചെയ്യും. അത് തീർച്ചയായിട്ടും ഈ കമ്പനികൾക്കത് നെഗറ്റീവ് ന്യൂസാണ്. ആ നെഗറ്റീവ് ന്യൂസിൻ്റെ റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ അനുസരിച്ച് മാത്രം നമ്മൾ വല്ലാതെ വൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കേണ്ടതില്ല. ഒരു 1-2 ദിവസം ഒന്ന് കാത്തിരിക്കുക, എന്താണ് ഇത്തരം കമ്പനികൾ നടക്കുന്നത്. ഒരുപക്ഷെ വരുന്നൊരു ക്വാർട്ടറിലൊക്കെ ഒരുപക്ഷെ ചെറിയൊരു ഇമ്പാക്റ്റ് വന്നേക്കാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണത്തിൽ വിശ്വാസമുള്ള ഇത്തരം കമ്പനികളുടെ ഫണ്ടമെൻ്റൽസിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് പതിയെ പതിയെ നിക്ഷേപം തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് നമുക്ക് കൗതുകം തോന്നിയൊരു കാര്യം ഭക്ഷ്യ എണ്ണയെക്കുറിച്ചാണ്. നമുക്ക് പലതരം ഭക്ഷ്യ എണ്ണകൾ രാജ്യത്ത്, ഇപ്പോൾ പാം ഓയിലായിക്കോട്ടെ, നമ്മൾ യുക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷ്യ എണ്ണകളായിക്കോട്ടെ, പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ ഫണ്ട് അതിനുവേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ ഒരു വിദേശ നാണ്യ വിനിമയത്തിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഭക്ഷ്യ എണ്ണകളാണ്. അപ്പോൾ ഭക്ഷ്യ എണ്ണകളുടെ ഇമ്പോർട്ട് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഉപഭോഗം നിയന്ത്രിക്കണമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭക്ഷ്യശീലങ്ങളോട്, നമ്മുടെ രുചികളോടൊക്കെ പലപ്പോഴും പൊരുത്തപ്പെട്ട് നിൽക്കുന്ന പ്രാദേശികമായ ടേസ്റ്റുകളുടെ ഒരു പ്രശ്നമുണ്ട്. പ്രാദേശികമായി എത്രത്തോളം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ശരിക്കും ഈ ആഹ്വാനമൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണോ? ഭക്ഷ്യ എണ്ണയുമായി ബന്ധപ്പെട്ട് പറയുക, പ്രാദേശികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ സംസ്കാരം നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം എന്നാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ വെളിച്ചെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ 1 ലിറ്ററിന് 350 രൂപ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കൺസംഷൻ, അതേപോലെ അതിൻ്റെ ഉൽപ്പാദനം, ഇതാണല്ലോ അതിൻ്റെ ഒരു വിലയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ലഭ്യത കുറവാണ്. അത് ഒന്നാമത്തെ പ്രശ്നമാണ്. പിന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചിലവും കൂടെ വരുന്നു. പിന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു പഴയ ചിലവിൽ നമുക്ക് ലഭ്യമല്ലാതായി തീരുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് 2 കാര്യമാണ്. എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കണം, അത് 2 ഗുണം. ആരോഗ്യം നന്നായി കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനും വളരെ സഹായമാവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ടേസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എണ്ണ അമിതമായിട്ട് ഉപയോഗിക്കാതെയും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് എണ്ണകൾ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ് പല കാര്യങ്ങളും. നമ്മൾ പലപ്പോഴും അത് ശീലിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി എണ്ണയുടെ ഉപഭോഗം പരിപൂർണമായിട്ട്
ഒഴിവാക്കാനല്ല പറയുന്നത്. എണ്ണയുടെ ഒരു അളവ് കുറയ്ക്കുക. നമുക്ക് ഇവിടെ പ്രാദേശികമായിട്ടുള്ള എണ്ണ എന്താണോ ഉപയോഗിക്കാൻ പറ്റുന്നത് ഓരോ പ്രാദേശിക ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, മഹാരാഷ്ട്ര അവിടെയൊക്കെ പോയി കടുകെണ്ണ അങ്ങനത്തെ എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം എണ്ണകളൊക്കെ പരമാവധി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണകളുടെ ഇപ്പോൾ പാം ഓയിൽ പോലെയോ അങ്ങനത്തെ എണ്ണകളുടെ ഉപഭോഗം കുറയ്ക്കാൻ ശരിക്കും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ എണ്ണ ഇറക്കുമതിക്കൊക്കെ നമ്മുടെ ഈ വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തും അത് ശരി തന്നെയാണോ? നമ്മൾ അത്രയധികം ഡിപ്പെൻഡൻ്റ് ആണോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും ആണ്. നമുക്ക് ഒന്നാമത് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷനെല്ലാം കുറവല്ലേ. നമുക്കറിയാം, കേരളത്തിൽ നമ്മുടെ സിറ്റുവേഷൻ അറിയാം. നമ്മൾ വെളിച്ചെണ്ണ എല്ലാ വീട്ടിലും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തന്നെ ആലോചിച്ച് നോക്കുക, അത്രത്തോളം തെങ്ങുണ്ടോ ഇവിടെ? ഇല്ല. അത്ര കുപ്രയാട്ടി അത്ര എണ്ണ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പലതും അഡൾട്ടേഡ് ആയിട്ടുള്ള എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ പേര് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ സൺഫ്ലവർ ഓയിൽ ഇത്രയധികം സൺഫ്ലവർ ഉണ്ടാക്കിയാൽ ഈ വിലയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡൾട്ടേഡ് ആയിട്ടുള്ള എണ്ണയാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ ആരോഗ്യപരമായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലൊക്കെ തന്നെ കുറച്ചും കൂടെയൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു പക്ഷേ അതിനൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ടി വിയിലും റേഡിയോയിലും പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം, ഈ ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു സംഭവമാണ്. കാരണം എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കൂ എന്നുള്ളത്. അന്ന് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടല്ല പറയുന്നത്. പക്ഷേ അതിൽ കുറേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ മോശം എണ്ണ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, ഇപ്പോൾ കേരള ഹൃദ്രോഗികളുടെ തലസ്ഥാനമാണ് കേരളം അല്ലേ. നമ്മൾ ഇത്രയധികം നമ്മൾ ഏത് ഭക്ഷണത്തിലാണ് നമ്മൾ എണ്ണ കുറച്ചിട്ടുള്ളൊരു രീതി നമുക്കുള്ളത്. അപ്പോൾ ഈ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഓക്കെയാണ്, ഹെൽത്തും കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. എണ്ണയുടെ കാര്യത്തിൽ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് 2 തരത്തിലും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പലപ്പോഴും പല ഡോക്ടേഴ്സുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, കേരള ഫുഡുകൾ എല്ലാം വളരെ ടേസ്റ്റിയാണ്, എല്ലാം കാര്യമായിട്ട് എണ്ണ ഉപയോഗിച്ചുള്ള പരിപാടികളാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇത് എത്രത്തോളം എല്ലാവർക്കും ഇത് പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഭക്ഷണത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഈ എണ്ണ കഴിക്കരുത്, മറ്റേ എണ്ണ കഴിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ അത് നമ്മൾ ഓരോ ആളുകളും ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ ആരോഗ്യമാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന പോലെ നമ്മൾ എണ്ണ ഉപഭോഗം അടുക്കളയിലൊക്കെ ഒന്ന് എണ്ണ ഉപഭോഗത്തിലൊരു ചെറിയ അളവ് കുറവ് വരുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗുണമായിരിക്കും. കാരണം ആരെങ്കിലും ഒരാൾ വിചാരിച്ചിട്ട് ഒന്നും രക്ഷയില്ല. അപ്പോൾ ഇത്രയും ഒരു വലിയ ബൾക്കായിട്ടുള്ള ആൾക്കാരോട് അങ്ങനെ ആഹ്വാനം നടത്തുമ്പോൾ അതിലൊരു ചെറിയ ഇമ്പാക്റ്റ് കിട്ടുവാണെങ്കിൽ അതങ്ങ് പോസിറ്റീവ് ആയിക്കോട്ടെ എന്നുള്ളതാണ്. അതൊക്കെ എത്ര ദിവസം ആളുകൾ ആലോചിക്കുന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഒരു ആഹ്വാനം കേട്ട് കുറച്ച് ദിവസമൊക്കെ നമ്മൾ ചെയ്യും, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഈ വളത്തെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തോന്നുന്നു. അതായത് പ്രധാനമന്ത്രി തന്നെ പറയുന്നു വളത്തിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കണം. അവിടെ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ പോപ്പുലേറ്റഡ് ആണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ ഉയർന്നതാണ്, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ഒരുപക്ഷെ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഇല്ലാതെ ഇത്രയും ആളുകളെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വലിയ രീതിയിൽ യൂറിയ അടക്കമുള്ള പലതരം വളങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രി പറയുന്നത് വളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ നടന്ന പല ചർച്ചകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടായി. പല ആളുകളും പറയുന്നത് വളത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് ഇപ്പോൾ തന്നെ, വളരെ അശാസ്ത്രീയമായിട്ടാണ് നമ്മൾ വളം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, വളരെ സാധാരണക്കാരായ കൃഷിക്കാർ, പലരും അഭ്യസ്തരിതർ പോലും അല്ലാത്ത ആളുകൾ ആണ് ഇത് ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ കൃഷി വകുപ്പ് അടക്കമുള്ള പല സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും ഇവർക്കിതേപ്പറ്റി വളരെ ശാസ്ത്രീയമായ അറിവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രിപ്പറേഷനൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നതല്ലേ? ഇപ്പോഴാണോ രാജ്യത്തിന് ഇങ്ങനെയൊരു ഈ വിഷയത്തിൽ കണ്ണു തുറക്കാനാവുന്നതെന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫോറക്സ് റിസർവിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ വളം നമ്മൾ പറയാനായിട്ട് യൂറിയ, അമോണിയ ഉൾപ്പെടെയുള്ള വളം നമ്മൾ കാര്യമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇതൊന്നും ഇവിടെ കാര്യമായിട്ട് പ്രൊഡക്ഷനുള്ള സാധനമല്ല. ഇത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമ്മൾ കാര്യമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ അവിടെ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇറാഖ് യുദ്ധം 90കളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗൾഫിലെ പ്രതിസന്ധി. പക്ഷേ ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ട് അവിടെ കാര്യമായിട്ട് പ്രതിസന്ധിയൊന്നും വന്നിട്ടില്ല.
പക്ഷെ അവിടെ ഒരു പ്രതിസന്ധി അങ്ങ് വന്നു. ഈ അമേരിക്കയുടെ ഇടപെടൽ അവിടെ വന്നതോടുകൂടി അവിടെ വലിയൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരം രാഷ്ട്രങ്ങളിൽ നിന്ന് നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. പക്ഷേ വളത്തിൻ്റെ വിലയൊന്നും അമിതമായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം നമ്മളൊരു അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്കണോമിയാണ് നമ്മൾ. എത്രത്തോളം നമ്മൾ പറയുകയാണെങ്കിലും 150 കോടി ജനങ്ങളുണ്ട്. ഭക്ഷ്യസുരക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു വർഷത്തിൽ ആ ഒരു ക്രോപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ടേമിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് എല്ലാം മറക്കും, ആളുകൾ വേറെ ഒന്നും ചിന്തിക്കില്ല. പിന്നെ അവിടെയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സബ്സിഡൈസ്ഡ് റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂറിയയ്ക്കും അമോണിയയ്ക്കും ഒക്കെ അതിൻ്റെ വിലയുടെ ഇരട്ടിയിലധികം അതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വില കയറിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും സബ്സിഡി റേറ്റിൽ തന്നെ, പഴയ റേറ്റിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളത്തിൻ്റെ വില നമുക്ക് ദീർഘകാലം ഇങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വളത്തിൻ്റെ വിലയിലും വർധനവ് വേണ്ടി വന്നേക്കാം. വളത്തിൻ്റെ വിലയിൽ വർധനവ് വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൃഷി ചെലവ് കൂടിയതാവും. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നത്തിന് അധികം കൂടുതൽ വില ഡിമാൻഡ് ചെയ്യും. നമ്മുടെ ഭക്ഷ്യ വസ്തുക്കൾക്ക് തീവിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബേസിക്കായിട്ടുള്ള അരിക്കാണെങ്കിലും ഗോതമ്പിനാണെങ്കിലും മറ്റ് സാധനങ്ങൾക്കാണെങ്കിലും വില കയറും. അത് ഓട്ടോമാറ്റിക്കലി ഒരു വലിയ ഇൻഫ്ലേഷണറി പ്രഷറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട്. ഇവിടുത്തെ ശാസ്ത്ര ലോകം കൂടി അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ആൾട്ടർനേറ്റീവായിട്ട് എന്ത് മാർഗ്ഗമാണ് നമുക്ക്, ജൈവം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ജൈവമൊന്നും പ്രായോഗികമായിട്ട് നമുക്ക് ഇത്രയും ബൾക്കായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിലൊക്കെ വേണമെങ്കിൽ നോക്കാമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉപഭോഗം കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വലിയ അളവിൽ വളപ്രയോഗം നടത്തുന്നതിനകത്ത് നമുക്കിതിലെ ലഭ്യതയിൽ ഒരു കുറവ് ഉണ്ട് എന്ന് മനസ്സിലാക്കി, അല്ല അതിൻ്റെ വിലയിലൊരു വർധനവുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൺസംഷനിലൊരു കുറയ്ക്കുമല്ലോ. ആ രീതിയിലേക്ക് ഒന്ന് ശ്രമിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പെട്ടെന്ന് ഈ വളത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാലൊന്നും കൃഷിക്കാരത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ശീലിച്ച് വെച്ചിട്ടുള്ള കുറേ ശീലങ്ങളുണ്ട്. ഒരു പാഡി ഫീൽഡ് ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര വളപ്രയോഗം നടത്തണം, ഇത്ര വിത്ത് വേണം, ഇങ്ങനെയുള്ള ഓരോ കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ, കാരണം അവർക്കൊരു ശാസ്ത്രീയത അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർ ഇത് പഠിച്ച് ചെയ്ത ആൾക്കാരൊന്നുമല്ല. കാരണം അവർ എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന ചില ശീലങ്ങളും സംസ്കാരങ്ങളുമാണ് കൃഷി എന്ന് പറയുന്നത് സാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും വളപ്രയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രത്തോളം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഒരു പക്ഷേ ഇനി ഇതിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ സബ്സിഡികൾ നിയന്ത്രിക്കുന്നതിലേക്ക് സർക്കാർ നീങ്ങും, ഉറപ്പാണ്, സംശയമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ തുടരാൻ തന്നെയാണ് സാധ്യത. ഈ വെടിനിർത്തൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആയി എന്നാണ് വിചാരിക്കുക. ഇപ്പം അങ്ങനെയൊന്നും വിശ്വാസമൊന്നുമില്ല. ഇവിടെ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടുമ്പോൾ അവിടെ അടുത്ത ബോംബ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്നിനും വിശ്വാസം ഉണ്ടാവുന്നില്ല. കാരണം ഇനി എൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ ഒരു പ്രശ്നം അവസാനിച്ച് കഴിഞ്ഞാലും അതിൻ്റെ തുടർചലനങ്ങൾ നമ്മുടെ എക്കണോമികളൊക്കെ തന്നെ തകർന്നു പോയി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ഒരു 6 മാസം കൂടി ഇതൊക്കെ നീണ്ടു പോയി കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ ഓൾറെഡി അതിൻ്റെ പ്രതിസന്ധി വന്നു കഴിഞ്ഞു. അമേരിക്കയ്ക്കും ഇതൊരു 6 മാസമൊന്നും കൊണ്ടുപോകാൻ കഴിയും തോന്നുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് നമ്മൾ പറയുകയും വേണ്ട. ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾ അപ്പോൾ അതിലേക്കാട്ടും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു എല്ലാ മേഖലയും ബാധിച്ചു. അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ രാജ്യത്ത് ഈ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവർ പലരും ഇപ്പോൾ തന്നെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ തീർത്തും പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു സാഹചര്യമാണ് കാർഷിക മേഖലയിലുള്ളത്. പല കർഷകർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ആണ് പറ്റുന്നത് നിലവിലെ വരുമാനത്തിൽ നിന്ന്. ഒരുപക്ഷെ സബ്സിഡിയൊക്കെ എടുത്തു കളയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഒരു വിലക്കയറ്റം ഉണ്ടായാൽ അതുണ്ടാക്കുന്ന ഒരു ആഘാതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയിരുന്നു. ഭീകരമായിരിക്കില്ലേ രാജ്യത്തെ ഒരു സാഹചര്യം? സബ്സിഡി ഒറ്റയടിക്ക് എടുത്ത് കളയുന്നതായിരിക്കില്ല. ഇതിൻ്റെ ഒരു റേഷൻ മോഡലൊക്കെ ഈ സാധനം കൊടുക്കുന്ന രീതിയിലേക്ക് ആദ്യം പോകാൻ സാധ്യത. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടൺ വളം വേണ്ടിടത്ത് നിങ്ങൾക്ക് അത്ര തരില്ല, ഒരു 3/4 ടൺ വളവേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് ചെയ്യണം എന്നുള്ള ആ രീതിയിലേക്കായിരിക്കും ആദ്യം പോകാൻ സാധ്യത. പിന്നെയും നമുക്ക് ആ ഒരു കൺസംഷനിലൊരു ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും സബ്സിഡികൾ ഘട്ടം ഘട്ടമായിട്ട് എടുത്തു കളഞ്ഞു വരുന്ന രീതിയായിരിക്കാം വരുന്നത്. ഇതൊക്കെ യുദ്ധം എത്രത്തോളം കാലം നീണ്ടു നിൽക്കും എന്നുള്ളതൊരു അവസ്ഥ പോലെ ഇരിക്കും. ഇപ്പോഴത്തെ സാധ്യതകൾ നമുക്ക് കുറച്ച് നെഗറ്റീവാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് വേഴ്സാണ്.
ഈ ഒരു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തൊരു 4 സബ്ജക്റ്റുകൾ പോലും എളുപ്പത്തിൽ കുറച്ചെങ്കിലും ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റുന്ന മേഖലകളെ തിരഞ്ഞെടുത്താണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നൊരു കൗതുകമാണ്. കുറച്ചെങ്കിലുമൊക്കെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം പുറത്തിറക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അത്? നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ വിദേശ യാത്രകൾ കുറയ്ക്കാൻ പറഞ്ഞു. പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പോകുന്നില്ല എന്ന് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറഞ്ഞു. നമുക്കിപ്പോൾ എല്ലാ വർഷവും ഒരു അവശ്യ വസ്തുവൊന്നുമല്ല ഇത്, വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. എനിക്കൊരു പക്ഷേ തോന്നുന്നത് പെട്രോൾ ഡീസലിൻ്റെ കൺസംഷൻ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്, പക്ഷേ നമുക്ക് എപ്പോഴും സാധ്യമല്ലാത്ത കാര്യമായിരിക്കാം. അതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ പറയുകയാണെങ്കിൽ വളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എണ്ണയുടെ കാര്യം വേണമെങ്കിൽ നമുക്ക് ഭക്ഷ്യയുടെ ഉപയോഗം വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഇത് പലതും നമുക്കൊരു സേ ഉണ്ട് ഇതിനകത്ത്, പക്ഷേ എത്രത്തോളം നമ്മളത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിന് മാത്രമാണ്. അപ്പോൾ ഇത് നിരുപദ്രവകരമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഇതിന് ഇമ്പാക്റ്റ് ഈസ് വെരി ബിഗ്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ട് അദ്ദേഹം പോകുന്നു, നിർദ്ദേശങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. ഒരു പക്ഷേ ഇത് വളരെ തൊട്ടടുത്ത് വരുന്ന വലിയൊരു വിലക്കയറ്റത്തിൻ്റെ വലിയൊരു വികൃത മുഖം മറച്ചു വയ്ക്കുന്ന, അല്ലെങ്കിൽ അതിനെ മൂടി വയ്ക്കുന്ന ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിരുന്നു ഇതൊക്കെ നിയന്ത്രിക്കാൻ, നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് ഇതാ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമ്മുടെ ആശയം. നമ്മളിപ്പം നോട്ട് നിരോധനം അടക്കമുള്ള സാഹചര്യങ്ങൾ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളിൽ നമ്മളത് അതിൻ്റെ അവസാനം നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയുണ്ടായി. ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ വിലയാവട്ടെ, കാർഷിക ഉൽപ്പന്നം വളങ്ങളുടെ വിലയാവട്ടെ, സ്വർണ്ണമാവട്ടെ, ഭക്ഷ്യ എണ്ണയാവട്ടെ, ഇവിടെ ഒക്കെയും ഒരു ഇമ്മിനൻ്റ് ആയിട്ടുള്ള വിലക്കയറ്റം ഭീഷണിയായിട്ട് തന്നെ തുടരുകയാണ്. തീർച്ചയായിട്ടും വിലക്കയറ്റം നമുക്ക് പരിപൂർണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കാരണം വില കയറാൻ സാധ്യതകളുള്ള എല്ലാ വസ്തുക്കളുടെയും, അസംസ്കൃത വസ്തുക്കളുടെ എല്ലാം വില കയറുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ഒരു വിലക്കയറ്റം നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവണം. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമുക്കൊരു സമീപഭാവിയിൽ പോലും സെൽഫ് റിലയൻ്റ് ആവാനുള്ള ഒരു സാധ്യതകളും നിലനിൽക്കുന്നില്ല. പിന്നെ ആകെയുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ലഭ്യത പോലും ഇല്ലാത്തൊരു വസ്തുവാണ് ഇപ്പോൾ, അല്ലേ? നമുക്കിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങി, ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങി, ഈ വളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇത് സാധനം കിട്ടാനില്ല, ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിലക്കയറ്റം നമ്മൾ സമീപ ഭാവിയിൽ കണക്കുകളിൽ കാണുന്നില്ലെങ്കിൽ കൂടിയും ഓൾറെഡി നമ്മളിപ്പോൾ ഫാക്റ്റേഡ് ആണ്. പല സാധനങ്ങളുടെയും വില നമ്മൾ ഫാക്റ്റേഡ് ആണ്. അത് കുറച്ചും കൂടെ ഒരു സിവിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നൊരു 3 മാസത്തിനകത്ത്, അടുത്തൊരു ക്വാർട്ടറിലെയൊക്കെ തന്നെ GDP കണക്കുകളാണെങ്കിലും ശരി, നമ്മുടെ ഇൻഫ്ലേഷൻ കണക്കുകളാണെങ്കിലും ശരി, തീർച്ചയായിട്ടും കുറച്ച് ഒരു എലവേറ്റഡ് റിസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊരു സത്യാവസ്ഥയാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു ദൗർലഭ്യത പലപ്പോഴും ഇത് ഉണ്ട് പല മേഖലകളിലും. ഒരുപക്ഷെ സർക്കാർ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണ സംവിധാനത്തിലേക്ക്, കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുകൂടെ അതിനകത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ടതില്ലേ? പലപ്പോഴും പല കാര്യങ്ങളും പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നതല്ലല്ലോ. ഇപ്പോൾ വളത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള നിയന്ത്രണം ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കൂടെ നമ്മളിതിനകത്ത് കണ്ടത്. ഇപ്പം LPG അടക്കമുള്ള കാര്യങ്ങളിൽ അത് വന്നു കഴിഞ്ഞു. മറ്റ് മേഖലകളിലേക്കും കൂടെ ഈ വിലക്കയറ്റത്തിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കൂടെ ചിലപ്പോൾ കടുത്ത നടപടികളിലേക്ക് കൂടെ സർക്കാർ കടന്നേക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ നിലവിൽ? തീർച്ചയായിട്ടും സർക്കാർ ഇപ്പോൾ ഗ്യാസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വളത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒരു പക്ഷേ നിയന്ത്രണത്തെക്കാട്ടും കൂടെ വില വർധനവിലേക്കാണ് പോകാൻ പോകുന്നത്. അത് അടുത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപഭോഗം നമുക്ക് 2 രീതിയിൽ കുറയ്ക്കാം. ഒന്ന്, ലഭ്യത കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റേഷനായിട്ട് ഇത്രയേ തരുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ വില വർദ്ധിപ്പിച്ചാൽ ഉപഭോഗം കുറയണം എന്നുള്ളതാണ്. പക്ഷേ വില കൂട്ടിയത് കൊണ്ട് മാത്രം ഇവിടെ ഉപഭോഗം കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റേഷൻ സിസ്റ്റത്തിലേക്കൊക്കെ കുറേശ്ശെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഒരു പെട്രോളിന് നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു 105 രൂപ 106 രൂപ അടിക്കുന്ന പെട്രോൾ ഒരു 125 രൂപ 130 രൂപയിലേക്ക് മാറുകയാണെങ്കിൽ, ആ ഒരവസ്ഥയൊന്നും വരാതിരിക്കട്ടെ, മാറുകയാണെങ്കിൽ വരാതിരിക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ. മാറുകയാണെങ്കിൽ എത്ര പേര് സ്വന്തം കാറെടുത്ത് ഇനിയും
ഇതുപോലെ എന്നുള്ളതാണല്ലേ നമ്മൾ ആലോചിക്കണം. കാരണം ആ ഒരു ഉപഭോഗത്തിലകത്തൊക്കെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ ദൈനംദിനം അത് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ജോലി സംബന്ധമായിട്ടും അവർ തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ ആ വാഹനത്തിൽ പോയേ പറ്റുമെന്നുള്ള, അവർക്കൊന്നും ഇത് ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. അവിടെ ഒരു റേഷൻ കൊണ്ടുവരുന്നതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾക്ക് ഇത്ര ലിറ്റർ പെട്രോൾ അടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലിയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ യാത്രകൾ ചുരുക്കാൻ പറ്റുമെങ്കിൽ ചുരുക്കാം, പൊതു സംവിധാനങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. അതൊക്കെ തന്നെയാണ് ഈ ആഹ്വാനത്തിൻ്റെ പിറകിലുള്ളത്. നമുക്ക് ഇത് നല്ല രീതിയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കാമെന്നേ പറ്റുള്ളൂ. കാര്യം ഇനിയും മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് നേടുകയാണെങ്കിൽ ലഭ്യത തന്നെയാണ് വിഷയം. ഹോർമസ് കടലിടുക്കിൻ്റെ പ്രശ്നം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു വിഷയത്തിൽ കൂടെ ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്, അതായത് ഈ പല ഘടകങ്ങളിൽ ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നു, നമ്മളത് സംസ്കരിച്ചെടുക്കുന്നു, പലവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു, ഉപയോഗിക്കുന്നു. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ നമുക്ക് പെട്രോളിൻ്റെ ഓൾട്ടർനേറ്റീവ്, നമുക്ക് പല ഉൽപ്പന്നങ്ങളുടെയും ഓൾട്ടർനേറ്റീവ് നമുക്ക് പ്രാദേശികമായിട്ട് സജ്ജീകരിക്കാമെന്നിരിക്കെ അതിനുള്ള റിസർച്ചുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ പിന്നോക്കം പോയ രാജ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്താണ് നമ്മൾ എത്തനോൾ തന്നെ ഒരു പാരലൽ ഇന്ധനമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സാധനമായിട്ട് ഇപ്പോഴും കുറച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടെങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ E20 ഒക്കെ വരുന്നത് ആ ഒരു ഘട്ടത്തിൽ, വളരെ അടുത്ത ഘട്ടത്തിലാണ്. അതിൻ്റെ തൊട്ട് മറ്റ് ഇപ്പോൾ നമ്മൾ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു കൺസ്യൂമർ മാനിയാണ് അതിനകത്തുള്ളത്. അതിനപ്പുറത്തേക്കുള്ള ഭക്ഷ്യയുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ പ്രാദേശികമായിട്ടെങ്കിലും കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇതിനെ കൃത്യമായിട്ടൊന്ന് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യാവുന്നൊരു സാഹചര്യം സംജാതമാക്കാം. നമ്മൾ വളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ പ്രാദേശികമായിട്ടുള്ള നിർമ്മാണശാലകൾ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസിലൊക്കെ കുറച്ചുകൂടെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടികളിലൊക്കെ മുന്നോട്ട് പോവേണ്ടതായിരുന്നു. ഇത്തരം ഒരു സാഹചര്യം, ഒരു ക്രിട്ടിക്കൽ സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും സർക്കാർ തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് കർഷകരോട് പറയുമ്പോൾ എത്ര ഉപയോഗിക്കണമെന്ന് അറിയില്ലാത്ത കർഷകനോടാണിത് പറയുന്നത്. ഇന്ന വളത്തിന് വില കൂട്ടാൻ പോകും. നമുക്ക് നാട്ടിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയിലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് നിക്ഷേപം നടത്താമായിരുന്നു. അപ്പോൾ അത് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് ഈ യുദ്ധം വരുന്ന സമയത്താണ്. അപ്പോൾ പലപ്പോഴും സർക്കാരുകളുടെ വീക്ഷണമില്ലായ്മ, അതിന് പൊതുജനം വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ? നമ്മൾ ഏതൊരു മേഖലയും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വേണ്ട മേഖലയുണ്ട്, സ്വകാര്യ സംരംഭകരുടെ ഇടപെടൽ വേണ്ട മേഖലയുണ്ട്. ഇപ്പോൾ ഈ വളം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളാണ് ഇപ്പോഴും രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മൾ ഈ അംബാനിയും അദാനിയും ഒക്കെ പറയുമ്പോഴേ ഇവരൊന്നും കാര്യമായിട്ട് വന്നിട്ട് ഇവിടെ ഒരു അഗ്രസീവായിട്ടൊരു മൂവ്മെൻ്റ് ഒന്നും ഇവിടെയൊന്നും ഇപ്പോഴും നടത്തിയിട്ടില്ല. നമ്മൾ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊന്നും ഇവിടെയൊന്നും കാര്യമായിട്ട് വലിയ അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു സ്ട്രക്ചർ, ആ ഇൻഡസ്ട്രിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടാക്കുന്നതിൽ ലിമിറ്റേഷനുണ്ട്. കാരണം സർക്കാർ സബ്സിഡി റേറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അവർ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു വിലയിലേ അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഫാക്ടം ഫോസോ അല്ലെങ്കിൽ യൂറിയയോ സർക്കാർ 500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു കർഷകനും ഇവിടെ വന്ന് വാങ്ങില്ല. അപ്പോൾ ഇനി ഒരു പക്ഷേ ആ രംഗത്തൊക്കെ ഒരു ഡീറെഗുലേഷൻ വന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യതയുടെ കുറവുണ്ട്. അപ്പോൾ കൂടുതൽ സ്വകാര്യ സംരംഭകരെയൊക്കെ ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുകയും അവർ തീർച്ചയായിട്ടും ഒരു ആൾട്ടർനേറ്റീവുകളൊക്കെ റിസർച്ചുകളെല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട്. പക്ഷേ മെറ്റീരിയലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു പരീക്ഷണശാലയിൽ ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൊമേഴ്സ്യലൈസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പണച്ചെലവും ഒരുപാട് കർഷകരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ. കാരണം അവരെ അവെയറാക്കാതെ ഇങ്ങനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഗുണമാണ്. ഇവിടെ എത്ര കർഷകരെ ആ രീതിയിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കർഷകരെല്ലാം സ്വന്തം നിലയ്ക്ക് കണ്ടും കേട്ടും പഠിച്ചു വരുന്ന രീതിയാണ് അല്ലേ. പുതിയ തലമുറയൊന്നും കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബാണ് കൂടുതൽ വേണ്ടത്. ഇനിയിപ്പോൾ നവീനമായിട്ടുള്ള കാർഷിക സംസ്കാരത്തിലേക്കും വളോപയോഗത്തിലൊക്കെ തന്നെ കുറച്ചുകൂടെ പ്രിസിഷൻ കൊണ്ടുവരുന്ന രീതിയിലേക്കൊക്കെ പോവേണ്ടതുണ്ട്. അപ്പോൾ ആ രംഗത്ത് വലിയൊരു ഇടപെടൽ അത്യാവശ്യമാണ്. അതിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ രംഗത്ത് കൂടുതൽ ഇനി ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വളത്തിൻ്റെ ഷോർട്ടേജ് നമ്മൾ ഈ അടുത്ത കാലത്തും പ്രതീക്ഷിതല്ല. ഇതൊരു പുതിയ അനുഭവമാണ്. തീർച്ചയായിട്ടും ആ ഒരു രംഗത്ത് കുറച്ചുകൂടെയൊക്കെ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സ്വകാര്യ മേഖലയും കൂടെ ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ പറയുക. കാരണം നമുക്ക് രണ്ട് മേഖലയും വേണം.
കാരണം എല്ലാം സർക്കാരിന് ചെയ്യാൻ, പണ്ടത്തെ ഒരു ലൈസൻസ്ഡ് സിസ്റ്റം ഒന്നും അല്ലല്ലോ, എല്ലാം സർക്കാർ ചെയ്യട്ടെ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. സർക്കാരിന് സർക്കാരിൻ്റേതായ പങ്ക് ഇതിനകത്ത് കൂടുതൽ സംരംഭകരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, കർഷകരെ കൂടുതൽ അവയർനെസ്സും അവബോധം കൊടുക്കാവുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക, ഈ രീതിയിലൊക്കെയുള്ള സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യണം. എനിക്ക് തോന്നുന്നു അത് ആ രംഗത്ത് ഇനിയും നമ്മളധികം മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ അഗ്രേറിയൻ എക്കണോമി ആയിട്ട് പോലും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സംവിധാനത്തെക്കുറിച്ച് നന്നായിട്ട് ഇനി ആലോചിക്കേണ്ട സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൊക്കെ നേളിച്ചത് രാജ്യത്തിൻ്റെ ഒരു ഫോറിൻ കറൻസി റിസർവ് അല്ലെങ്കിൽ വിദേശ നാണ്യശേഖരം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുന്നു, അല്ലെങ്കിൽ സ്ട്രെയിൻഡാണ്, സമ്മർദ്ദത്തിലാണെന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയാണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ വിലയിരുത്താൻ കഴിയുക? വലിയ രീതിയിൽ അത്തരത്തിലുള്ള സമ്മർദ്ദം നമുക്കുണ്ടോ എല്ലാ തലത്തിൽ നിന്നും? നമ്മൾ വിദേശ നാണ്യ ശേഖരത്തിൽ ഡോളർ നമ്മൾ കാര്യമായിട്ട് വിറ്റൊഴിക്കുന്നുണ്ട്. 680 ബില്യൺ ഡോളറൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ശേഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖജനാവിൽ ഈ രീതിയിലുള്ള വിദേശ നാണ്യ ശേഖരത്തിൽ ഒരു ഇടിവ് സംഭവിച്ചു തുടങ്ങുന്നത് ആശങ്ക തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം അത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇത് പൊതുവെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ രൂപ താഴേക്ക് വീഴുമ്പോൾ നമ്മളൊന്നും ചെയ്യാതെ കുറച്ച് സമയം നമ്മൾ രൂപയുടെ വഴിക്ക് വിട്ടു. പിന്നെ ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ വന്നു തുടങ്ങി, ഡോളർ എടുത്ത് വിൽക്കാനൊക്കെ തുടങ്ങി. പക്ഷേ അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നില്ല. കാര്യങ്ങൾ വീണ്ടും എന്താണ് വഷളായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വഷളാകുമ്പോൾ ഇനിയും തുടർന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ആശങ്കകൾ തന്നെയാണ്. ഈ രൂപയുടെ വില ഇങ്ങനെ ഇത് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. രൂപയ്ക്ക് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 95 രൂപ ഇനിയും വീഴോ? ഇതിൻ്റെ ഈ പോക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വീഴ്ചയുണ്ട്. കാരണം ഓരോ വർഷങ്ങൾ കഴിയും തോറും ഒരു ഇത്ര പെർസെൻറ്റേജ് വെച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടെ ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായി. എനിക്ക് തോന്നുന്നു അധികം താമസിയാണ്ട് 100 രൂപ പെർ ഡോളർ എന്ന് പറയുന്നത് അധികം താമസിയാണ്ട് നമ്മൾ കാണാൻ പോകുന്നൊരു മാർക്കാണ്. പിന്നെയൊക്കെ ഫാസ്റ്റായിരിക്കും. കാരണം നമ്മളിപ്പോൾ 1 രൂപയായിരിക്കും അല്ല 1 രൂപയിൽ നിന്ന് 2 രൂപയിലേക്ക് 100% പറഞ്ഞ പോലെ 100 രൂപയിൽ നിന്ന് 200 രൂപയിലേക്കും 100% തന്നെയാണ്. കാരണം വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം വെച്ചാൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങോട്ട് ഉള്ള വരവ് കുറയുകയും അങ്ങോട്ടുള്ള ഒഴുക്ക് കൂടുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ്. നമുക്ക് രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന പല ഇൻഡസ്ട്രികളും തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ IT ഉൾപ്പെടെയുള്ള മേഖലകൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എത്രയോ ഓർഡർ നമുക്ക് വരുമായിരുന്നു. ഇപ്പം എന്താണ് സംഭവം? AI ആവിർഭാവത്തോടു കൂടി നമ്മുടെ IT കമ്പനികളുടെ കാര്യം വളരെ ശോകമാണ്. പിന്നെ വിദേശത്ത് നിന്ന് നമുക്ക് ഒരുപാട് ആളുകൾ പണം അയച്ചിരുന്നത് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതോടുകൂടി ആ ഒരു വരവും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി നമുക്ക് ലോകത്തിൻ്റെ സകല കോണുകളിലും വിറ്റഴിച്ച് പണം എത്തിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് മത്സരാധിഷ്ഠിതമാണ് ലോകം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചൈനയാണെങ്കിലും ശരി, മറ്റു രാഷ്ട്രങ്ങളാണെങ്കിലും ശരി, ഒരുപാട് മത്സരം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വരവ് കുറയുന്നുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം നമ്മുടെ പുറത്തോട്ടുള്ള ഒഴുക്ക് കൺട്രോൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ആ ഒരു ആസ്പെക്റ്റ് കൂടെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കാം. ഈ രൂപയുടെ തകർച്ച നമ്മൾ പ്രതീക്ഷിതമാണ്, പക്ഷേ ഇനി കുറച്ചുകൂടെ അഗ്രസീവ് ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രൂപ ഇനിയും മുക്കൂത്തി വീഴുന്നതാണ്, ഇനിയും താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ മുൻപിലുള്ള വെല്ലുവിളികൾ നിരവധിയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ വീഴ്ചകളുണ്ടാകും, അല്ലെങ്കിൽ വലിയ തിരിച്ചടികളുണ്ടാകുമെന്നൊക്കെ ഒരു വശത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊരു വശത്ത് രാജ്യം ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ശുഭ വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളെയൊക്കെ കടന്ന് രാജ്യത്തിന് മുന്നോട്ട് പോകാനാവട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.